നമസ്കാരം. ബഹുമാനപ്പെട്ട ഉദ്ഘാടക, പ്രസിദ്ധ പിന്നണി ഗായിക ശ്രീമതി അപർണ രാജീവ്, ഇവിടെ ഓണസന്ദേശം നൽകുവാനായി എത്തിച്ചേർന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ബാലു കിരിയത്ത്, ആശംസകൾ നൽകുവാനായി എത്തിച്ചേർന്ന പ്രശസ്ത സംവിധായകൻ ശ്രീ സജിൻ ലാൽ, ആശംസ നൽകുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കമ്മീഷൻ അംഗം ശ്രീമതി റിഷ ടി ഗോപാൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി ശ്രീ സാജു ജോർജ് അവർകൾ, പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല മാത്രമല്ല, അതൊരു കാത്തിരിപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെയും സമൃദ്ധിയുടെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. മഹാബലിയുടെ കഥയും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഒരു വ്യക്തി എന്നതിലുപരി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം. ശരിക്കും മഹാബലി ഒരു രാജാവായത് കൊണ്ട് മാത്രമാണോ നമ്മൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത്? അല്ല, അദ്ദേഹം നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാട്, നീതിയുടെയും ന്യായത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇതെല്ലാം ഒത്തുചേർന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും മഹാബലിയെ ഓർക്കുന്നതും ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഓർമ്മയായി നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഒരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കൽ ഒരു വൃദ്ധൻ ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം ഒരു ബാലൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വൃക്ഷത്തൈ വളർന്ന് അതിൻ്റെ ഫലം തരുന്ന കാലം അങ്ങ് ഇവിടെ ഉണ്ടായിരിക്കുമോ? ആ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ ബാലനോട് പറഞ്ഞു, ഞാൻ ഇന്ന് കഴിക്കുന്ന ഫലങ്ങളൊന്നും തന്നെ ഞാൻ നട്ടതല്ല, എൻ്റെ പൂർവികർ നട്ടതാണ്. ഇന്ന് ഞാൻ നടുന്ന ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ വരും തലമുറയ്ക്കായിരിക്കും പ്രയോജനപ്പെടുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മഹത്തായ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മഹത്വവും. നമ്മൾ ഓരോരുത്തരും ഈ ഓരോ കാലഘട്ടത്തിലെ യാത്രക്കാരാണ്. നമ്മൾ വരും, അവരവരവരുടെ കർമ്മം, അവരുടെ കഴിവ്, അവരുടെ സമയം, അവരുടെ പ്രയത്നം ഇതെല്ലാം സമർപ്പിച്ച് മറ്റു വഴികളിലേക്ക് പോകും. അപ്പോഴും നമ്മുടെ മഹത്തായ ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെ നിലനിൽക്കും. അവിടെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മൂല്യവും നമ്മുടെ അന്തസ്സുമാണ്. അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താണ് അവിടെ ചെയ്യുവാനായി സാധിച്ചത്, വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം മൂല്യങ്ങളാണ് പകർന്നു നൽകാൻ സാധിച്ചത് എന്നാവണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. വ്യത്യസ്തമായ നിലപാടുകൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പൂക്കളത്തിൽ വൈവിധ്യമാർന്ന പൂക്കൾ ചേർന്ന് ഒരു ഭംഗിയുണ്ടാവും. അതുപോലെ ഈ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും എല്ലാം ഒത്തുചേർന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മളെല്ലാം ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനത്തിൽ നമുക്കൊരിടമുള്ളത് കൊണ്ടാണ്. ഈ ഓണത്തിന് കൂടുതൽ നമ്മുടെ ഐക്യതയും സ്നേഹവും പരസ്പര ബഹുമാനവും കുറച്ചുകൂടി നമ്മളിൽ നിറയട്ടെ. ആ സ്നേഹവും സാഹോദര്യവും ബഹുമാനവും എല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരേ ലക്ഷ്യം, അതായത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അന്തസ്സും മൂല്യവും വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്നതാണ് എനിക്ക് നൽകുവാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും സ്നേഹവും നിറഞ്ഞ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.